ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈ ചൂടത്ത് കുട്ടികൾക്കിടാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള കോട്ടൻ്റെ ഒരു ഫ്രോക്കാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ അങ്ങനെ വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ഫ്രോക്കാണ്. ഒരു 1.5 മീറ്റർ തുണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 29 ഇഞ്ച് നീളവും ഒരു 26 ഇഞ്ച് വീതിയും ഉള്ള തുണിയാണ് ഞാനിവിടെ കട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ഈ തുണി ഒന്ന് രണ്ടാക്കി മടക്കിയിട്ട് പിന്നെ ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക. ഇതിലാണ് ബോഡി കട്ട് ചെയ്യുന്നത്. കഴുത്തിറക്കം ഒരു 4 ഇഞ്ച് ഇട്ടിട്ട് അടയാളപ്പെടുത്തുക. കഴുത്തിന് വീതി ഒരു 2.5 ഇഞ്ച് ഇട്ടിട്ട് അടയാളപ്പെടുത്തുക. ഷോൾഡർ ഒരു 5.5 ഇഞ്ച് ഇട്ടിട്ട് അടയാളപ്പെടുത്തുക. കൈക്കുഴി ഒരു 6 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 6.5 ഇഞ്ച് ഇട്ടിട്ട് അടയാളപ്പെടുത്തുക. കഴുത്ത് വീനക്കാണ് കട്ട് ചെയ്യുന്നത്. 4 ഇഞ്ച് ഇറക്കം അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഷോൾഡറിൻ്റെ ആ ഭാഗത്തേക്ക് നമുക്ക് വി കഴുത്തിനായിട്ട് ഇതുപോലെ വരച്ചു കൊടുത്താൽ മതി. കൈക്കുഴിയും മേലേന്ന് താഴേക്ക് ഈ 6.5 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തിലേക്ക് ഇതുപോലെ ഈ ഷേപ്പിലൊന്ന് വരയ്ക്കുക. പിന്നെ താഴോട്ട് ബോഡിയും ഒരു ഷേപ്പാക്കി കൊടുക്കുക. എന്നിട്ട് ഈ വരച്ചതിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബോഡി പാർട്ടിൻ്റെ വീതി 9 ഇഞ്ചും ബോഡി ഇറക്കം ഒരു 14.5 ഇഞ്ചുമാണ് എടുക്കുന്നത്. ഇനി ഈ വരഞ്ഞതിലൂടെ നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഫ്രണ്ട് കഴുത്ത് വീനക്കായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ബാക്ക് കഴുത്ത് വട്ടത്തിൽ കുറച്ച് കയറ്റി കട്ട് ചെയ്യാം. ഇനി ഇറക്കം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ടിട്ട് കട്ട് ചെയ്യാം. വീനക്ക് തന്നെ വേണമെങ്കിൽ ബാക്കിലും വീനക്ക് കൊടുക്കാം. ഇനി ഈ വരഞ്ഞതിലൂടെ തന്നെ കൈക്കുഴിയും ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ബോഡിയും സൈഡൊന്ന് ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അടിഭാഗം ഒന്നൊപ്പിച്ച് വെട്ടുക. ഒരു സൈഡിലേക്ക് കുറച്ച് 1 ഇഞ്ച് കയറ്റി വെട്ടുകയും ചെയ്ത് കൊടുക്കുക. 44 ഇഞ്ച് നീളവും 20 ഇഞ്ച് വീതിയുള്ള തുണിയാണ് ഞാൻ ഞൊറി കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഈ തുണി രണ്ടാക്കി മടക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ട് 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതേപോലെ മടക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുവിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് 10 ഇഞ്ചാണ് ഇറക്കം വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഈ തുണിയിലാണ് ഫ്രോക്കിൻ്റെ ഞൊറി ഇടേണ്ടത്. ഇനി ഫ്രോക്കിനുള്ള കൈ വെട്ടണം. അതിന് ഈ തുണി നേരത്തെ ഞൊറിക്ക് കട്ട് ചെയ്തതുപോലെ രണ്ടാക്കി മടക്കിയ തുണി വീണ്ടും ഒന്നും കൂടെ മടക്കി 4 ആക്കി മടക്കി വെച്ചിട്ട് അതിമേൽ വേണം നമുക്ക് കൈ വെട്ടാൻ. അപ്പോൾ കൈക്കുഴി ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ അതിൻ്റെ അളവ് നമുക്ക് റെഡിക്ക് എടുക്കാൻ കഴിയും. ഞൊറി ഇടണമെങ്കിൽ കുറച്ച് കൂട്ടിയിടുകയും വേണം. ഞൊറിക്കുള്ള തുണി നമ്മൾ കുറച്ച് കൂട്ടിയിടണം. എന്നിട്ട് ഇതുപോലൊന്ന് ഈ ഒരു ഷേപ്പിൽ അങ്ങ് വെട്ടിക്കൊടുത്താൽ മതി. ആദ്യം ചോക്കൊണ്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ വരഞ്ഞതിലൂടെ ഒന്ന് വെട്ടിക്കൊടുത്താൽ മതി. ഞാനിവിടെ ഞൊറി ഇടാൻ വേണ്ടി കുറച്ച് തുണി അധികം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഞൊറി ഇടണമെങ്കിൽ മാത്രം ഇതുപോലെ കുറച്ച് അധികം ഇട്ട് കൊടുത്താൽ മതി. ഇനി കൂടുതൽ ഞൊറി ഇടണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ ഫ്രോക്കിന് കഴുത്തിന് കോളർ പോലെ വെക്കുന്നുണ്ട്. വീനക്കിന് ചെറിയൊരു കോളർ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കഷ്ണം തുണി ഇതേപോലെ മടക്കിയിട്ട് അതിന്മേൽ ആ വീനക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചോക്കൊണ്ട് ഒന്ന് കഴുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. കഴുത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ആ മാർക്ക് ചെയ്തേമെന്ന് താഴോട്ടേക്ക് ഒരു 2 ഇഞ്ച് വീതി ഇട്ടിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതേപോലെ അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ അടയാളപ്പെടുത്തിയ അതിലൂടെ നമുക്ക് വെട്ടിയെടുക്കാം. ഇതേപോലെ മുകളിലും വെട്ടിക്കൊടുക്കുക. കഴുത്തിന് വരഞ്ഞതിനനുസരിച്ച് ഇതേ ഷേപ്പിൽ വെട്ടിയെടുക്കുക. ഇനി ഈ കോളറിന് ഈ ഒരു ഷേപ്പിൽ ചെറിയൊരു കട്ടിങ്ങും കൂടെ കൊടുക്കുക. ബാക്കിൽ ബാക്ക് കഴുത്തിന് ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു കയറ് വെക്കാൻ വേണ്ടിയിട്ട് തുണി ക്രോസ് ആക്കിയിട്ട് കട്ട് ചെയ്യുന്നത്. ക്രോസ് ആക്കി കട്ട് ചെയ്തിട്ട് അതും അടിച്ച് മറിക്കുകയാണ് ചെയ്യുക. ആദ്യം നമുക്ക് വീനക്കിൻ്റെ കോളർ അടിച്ചിട്ട് മറിച്ചിടാം. കോളറ് അടിച്ച് മറിക്കാൻ വേണ്ടിയിട്ട് നല്ല വശം ഉള്ളിലേക്ക് വെച്ചിട്ട്, അതായത് നല്ല വശം തുണീൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഈ അടിഭാഗത്ത് ഇതിലേക്കൂടെ അടിച്ചിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇതേപോലെ അടി കൂടെ നല്ല ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ തുണി മറിച്ചിടാം. മറിച്ചിടുന്നതിൻ്റെ മുമ്പ് ഈ തയ്യൽ തുമ്പ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത നൂല് കട്ട് ചെയ്ത് പോകാൻ പാടില്ല. എന്നിട്ട് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. 2 കോളറേയും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഇനി കോളർ വെച്ചിട്ടാണ് നമ്മൾ കഴുത്ത് അടിച്ച് മറിച്ചിടുന്നത്. കഴുത്തിൻ്റെ അതായത് ബോഡീൻ്റെ നല്ല വശത്തല്ല, ഉള്ളിലെ വശത്ത് നമ്മൾ കോളർ വെച്ചിട്ട് അടിക്കുക. എന്നിട്ട് നല്ല വശത്തേക്ക് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേപോലെ കഴുത്തുമ്മൽ ഉള്ളിലെ വശത്തായിട്ട് കോളർ വെച്ചിട്ട് ഇതിൽ സ്റ്റിച്ച് ചെയ്തിട്ട് തയ്യൽ തുമ്പ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ തയ്യൽ തുമ്പ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത നൂല് കട്ട് ചെയ്ത് പോവാതെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ കഴുത്ത് മറിച്ചിടാൻ. ഈ കോളറിന് ലേസൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ലേസൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ഫ്രണ്ട് കഴുത്ത് അടിച്ചതിന് നമുക്ക് ബാക്ക് കഴുത്ത് അടിക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കയറ്, ഞാൻ ഓപ്പൺ കൊടുത്തിട്ടില്ല, അതിന് വേണ്ട കയറൊന്ന് അടിച്ചിട്ട് നമുക്ക് മറിച്ചിടാം. എന്നിട്ട് ബാക്ക് കഴുത്ത് അടിക്കാം. ബാക്ക് കഴുത്ത് ഒരു തുണിയിൽ ഇതേപോലെ വെച്ചിട്ട് കഴുത്ത് അടിച്ച് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. കഴുത്ത് ഈ പോയിന്റിൽ ഈ കയറ് ഈ പോയിന്റിൽ വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. കയറ് ഓപ്പണിൻ്റെ രണ്ട് സൈഡിലും, കഴുത്തിൻ്റെ ഓപ്പണിൻ്റെ രണ്ട് സൈഡിലും ഒരേ ഭാഗത്ത് നേരെ വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം കഴുത്തിൻ്റെ ലൈനിങ് ആയിട്ട് വെച്ചിട്ടില്ലേ ഒരു തുണി അടിച്ച് മറിക്കാൻ വേണ്ടി വെച്ച ആ തുണി ഒന്ന് കട്ട് ചെയ്ത് കഴുത്തിനനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. എന്നിട്ട് തയ്യൽ തുമ്പ് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത നൂല് കട്ട് ചെയ്ത് പോവാതെ തയ്യൽ തുമ്പ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലൊന്ന് മറിച്ചിട്ടിട്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഷോൾഡർ യോജിപ്പിക്കണം. ഈ രണ്ട് ഷോൾഡറും കൂടെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ആ ബാക്കത്തെ ലൈനിങ് ആയിട്ട് ഉപയോഗിച്ച തുണി ഫ്രണ്ട് പീസിൻ്റെ മേലേക്ക് വെച്ചാൽ മതി. എന്നിട്ട് ഇത് രണ്ടും ഈ ബാക്കത്തെ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഫ്രണ്ട് പീസ് വെക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും ഇതേപോലെ തന്നെ ചെയ്യുക. രണ്ട് പീസും യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ബാക്ക് പീസിൻ്റെ കഴുത്തിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇനി ഫ്രോക്കിൻ്റെ താഴേക്കുള്ള ഞൊറി ഇട്ട് കൊടുക്കുക. നേരത്തെ വെട്ടി വെച്ച തുണിമേൽ ഞൊറി ഇട്ടിട്ട് ഇതിമേൽ പിടിപ്പിച്ച് കൊടുക്കണം. ഈ ബോഡിമേൽ ഞൊറി ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ രണ്ട് പീസും കൂടെ ഞൊറിയും ഈ ബോഡി പാർട്ടും കൂടെ യോജിപ്പിച്ച് കൊടുക്കുക. ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും ഞൊറി കൂട്ടിയടിച്ചതിന് ശേഷം സൈഡൊന്ന് കൂട്ടിയടിച്ച് കൊടുക്കുക. രണ്ട് സൈഡും ഒന്ന് കൂട്ടിയടിച്ച് കൊടുക്കുക. ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും കൈക്കുഴി ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ട് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫ്രോക്കിന് ഫിറ്റ് ചെയ്യാനുള്ള ആദ്യം കൈയിൻ്റെ അടിഭാഗം മടക്കി അടിക്കുക. കുറച്ച് വീതിക്ക് മടക്കി അടിക്കണം. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇലാസ്റ്റിക് ഇടണം. കുറച്ച് ചുരുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഇലാസ്റ്റിക് ഇടണം. അതിന് കുറച്ച് വീതിയിൽ അടിച്ചു കൊടുക്കുക. കൈയിൻ്റെ മേലെ ഭാഗത്ത് കുറച്ച് ഞൊറിയിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പഫ് വരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഞൊറിയിട്ട് കൊടുക്കുക. ഇനി ഫ്രോക്കിൻ്റെ നടുവിലൂടെ ഒരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഷോൾഡർമെന്ന് താഴേക്ക്, ബോഡിയിൽ ഷോൾഡർമെന്ന് താഴേക്ക് ഒരു 9 ഇഞ്ച് ഇട്ടിട്ട് അടയാളപ്പെടുത്തുക. രണ്ട് ഷോൾഡർമെന്നും താഴേക്ക്. എന്നിട്ട് അവിടെ ഒരു സ്കെയിൽ വെച്ചിട്ട് നേരെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. ആ വരേമലൂടെ വേണം നമുക്ക് ചെറിയ ഇലാസ്റ്റിക് വലിച്ച് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചുരുണ്ട് നിൽക്കും. ഫ്രണ്ട് ഭാഗം ചെയ്തതുപോലെ തന്നെ അതേപോലെ തന്നെ 9 ഇഞ്ച് ഇട്ടിട്ട് സ്കെയിൽ വെച്ചിട്ട് ബാക്ക് ഭാഗവും വരഞ്ഞു കൊടുക്കണം. ഇനി ഈ വരഞ്ഞതിലൂടെ ചെറിയ ഇലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫ്രോക്ക് ഇതേപോലെ നിവർത്തി വെച്ചിട്ട് ആ വരഞ്ഞതിലൂടെ വേണം ഇലാസ്റ്റിക് ആ വരേമൽ വെച്ചിട്ട് സൂചി ഒന്ന് കുത്തിയിട്ട് വലിച്ചാൽ മതി. അപ്പോൾ തുണിക്കനുസരിച്ച് വലിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വലിച്ച് വരഞ്ഞതിലൂടെ മൊത്തം ഈ ഇലാസ്റ്റിക് നമുക്ക് വെച്ച് കൊടുക്കാം. ഈ കൈക്കുഴിൻ്റെ ഈ ഭാഗം ഇങ്ങനെ നിവർത്തിയിട്ട് കൈയിൻ്റെ ഈ അറ്റവും ഈ കൈക്കുഴീൻ്റെ ഈ അറ്റവും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് വട്ടത്തിൽ കൈക്കുഴി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഉള്ളിലൂടെ ചെറിയ ഇലാസ്റ്റിക് ഒരു പിന്ന് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കയറ്റി കൊടുക്കുക. എന്നിട്ട് ആ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒന്ന് വലിച്ച് റെഡിയാക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് കൈയും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞൊറിൻ്റെ അടിഭാഗത്തെ വാക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കുക.
പിന്നെ ഒരു ബോ ഉണ്ടാക്കി വെച്ച് കൊടുക്കുക, ഒരു സൈഡിൽ വേണമെങ്കിൽ, പിന്നെ ലേസ് വേണമെങ്കിൽ വെച്ച് കൊടുക്കുക. അതെല്ലാം ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഇത് എളുപ്പം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫ്രോക്കാണ്. ഞാനിവിടെ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്, കോളറിനും അരക്കും ഒക്കെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.